ഇന്നത്തെ ദിവസമില്ലേ ഇന്ത്യൻ ബൗളർമാർ അഴിഞ്ഞാട്ട് വരുന്നു. എന്തായിരുന്നൊരു ബോളിംഗ് അറിയാമോ? ആ പുതിയ ബൗളറൊക്കെ മാനവസുധറൊക്കെ ഇല്ലേ 4 വിക്കറ്റ് എടുത്തേ. കളിയിലേക്ക് വരാണെങ്കിൽ ഇന്ത്യ ഇന്നലെ 469 കളി അവസാനിപ്പിച്ചത്. മൂന്നാം ദിവസമായി ഇന്ന് ഇറങ്ങിയപ്പോൾ 2 റൺസ് കൂടി ചേർക്കാൻ പറ്റുള്ളൂ. 462 ഓൾ ഔട്ടായി. ഫസ്റ്റ് ഇന്നിങ്സിന് അടുത്ത് ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്കയാക്കി തുടക്കം തന്നെ പിഴച്ചു. സിറാജ് എറിഞ്ഞ രണ്ടാമത്തെ ബോളില്ലേ ഒരു ഓപ്പണർ പോയി. പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ ബൗളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാവരും ബോൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ബൗളേഴ്സിനേക്കാളും കൂടുതൽ സ്പിന്നേഴ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ ആ പിച്ച് അനുകൂലമായിട്ട് നിന്നത്. അത് കഴിഞ്ഞ് 26ാമത്തെ ഓവറായിപ്പിക്കും ശ്രീലങ്കയുടെ 90 റൺസിന് 5 വിക്കറ്റ് പോയി. അപ്പോൾ വിചാരിച്ച് മിക്കവാറും ഇതധികം റൺസൊന്നും പോലും ഇപ്പോഴും അവസാനിക്കുന്നു. തീർന്നില്ല. അവരുടെ സോണൽ ദിനൂഷയും വിക്കറ്റ് കീപ്പർ നിരോഷൻ ഡിക്വാര എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരില്ലേ ഒരു നിപ്പങ്ങോട്ട് നിന്നു. 146 റൺസിൻ്റെ പാർട്ണർഷിപ്പ്. അപ്പോൾ അതുവരെ ഇന്ത്യയിൽ ബൗൾ ചെയ്ത സിറാജ്, അതുപോലെ തന്നെ പ്രസീദ് കൃഷ്ണ, മാനവ് സുധർ, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, പ്രസീദ് കൃഷ്ണയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വിക്കറ്റ് കിട്ടി. പക്ഷേ ഈ പാർട്ണർഷിപ്പ് പൊളിക്കാനായിട്ട് പ്രസീദ് കൃഷ്ണനെ പറഞ്ഞു വന്നു. ആ ഒരു വിക്കറ്റ് പുള്ളിക്ക് കിട്ടി. സന്തോഷമല്ല കാണേണ്ട പ്രസീദ് കൃഷ്ണനെ. അല്ലെങ്കിൽ സന്തോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും മാറി മാറി എറിഞ്ഞു നോക്കിയിട്ടും അവരുടെ പാർട്ണർഷിപ്പ് പൊളിക്കാൻ പറ്റുള്ള. അങ്ങനെ ആ വിക്കറ്റ് പ്രസീദ് കൃഷ്ണയ്ക്ക് കിട്ടി. അങ്ങനെ അവർ വിക്കറ്റ് കീപ്പർ ഔട്ടായി. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോകണമെങ്കിലും സോണൽ ദിനേഷ് ഒരു സൈഡിൽ നിന്ന് പിടിച്ചു വന്നു കേട്ടോ. അങ്ങനെ കന്നി ടെസ്റ്റ് സെഞ്ചുറി പുള്ളി തികച്ചു. കറക്റ്റ് 100 റൺസ്. നേരെ രവീന്ദ്ര ജഡേജയുടെ ബോളിൽ പുള്ളി LBW കുടുങ്ങി, പുള്ളി ഔട്ടായി. പക്ഷെ അതിനു മുമ്പ് 7ാമത്തെ വിക്കറ്റ് വീണോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 വിക്കറ്റ് എടുത്ത ഒരു റെക്കോർഡ് കൂടി രവീന്ദ്ര ജഡേജ സ്വന്തമാക്കി. അങ്ങനെ എന്താ പറയുക, 284 റൺസിന് ഇന്നത്തെ ദിവസം ശ്രീലങ്ക ഫുൾ ഓൾ ഔട്ടായി ഫസ്റ്റ് ഇന്നിങ്സ്. അപ്പോൾ ഇന്ത്യക്ക് 178 റൺസിന് ലീഡുണ്ട്. ഒരു 16 ഓവർ ബാലൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര കാറ്റും മഴയൊക്കെ പെയ്തു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കളി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇനി നാളെയാണ് അടുത്തത് തുടങ്ങണം. ഈ രീതിയിലാണ് പോകണമെങ്കിൽ ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. മഴ തന്നെ പെയ്യുകയാണെങ്കിൽ കളി ഡ്രോ ആയി പോകും. അങ്ങനെ വരില്ലെന്ന് വിചാരിക്കാം. എന്നാൽ പിന്നെ നാളത്തെ ദിവസത്തെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.